നമസ്കാരം, ഞാൻ വിഷ്ണു പ്രകാശ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊമേഴ്സ് സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഡിസൊല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രധാന ജേർണൽ എൻട്രീസ് ഏതൊക്കെയാണെന്നാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം? Dissolution of partnership between all the partners of the firm is called dissolution of the firm. ഒരു പാർട്ണർഷിപ്പിൽ ബന്ധപ്പെട്ടിരിക്കുന്ന പാർട്ണർഷിപ്പ് എഗ്രിമെന്റിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പാർട്ട്നേഴ്സും ഒരേപോലെ ഡിസൊല്യൂഷൻ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഫേം പിരിച്ചുവിടുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം എന്ന് വിളിക്കുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേമുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ജേർണൽ എൻട്രീസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഫോർ ട്രാൻസ്ഫറിങ് അസറ്റ്. ഒരു ഫേം ഡിസൊല്യൂഷൻ സംഭവിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അസറ്റുകൾ എല്ലാം ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉള്ളത്. ദെൻ ഫോർ ക്ലോസിംഗ് ദ അക്കൗണ്ട് ഓഫ് ഓൾ അസറ്റ്സ് എക്സ്ക്ലൂഡിംഗ് ക്യാഷ്, ബാങ്ക് ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്, ട്രാൻസ്ഫർ ദ അസറ്റ് ടു ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ദെയർ ബുക്ക് വാല്യൂ. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫേം ഡിസൊല്യൂഷൻ നടക്കുമ്പോൾ അതിലെ ക്യാഷ്, ബാങ്ക് അല്ലെങ്കിൽ ഫിക്ടീഷ്യസ് അസറ്റ് മുതലായ സാധനങ്ങൾ ഒഴിച്ച് ബാക്കി വരുന്ന എല്ലാ അസറ്റുകളെയും റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ ജേർണൽ എൻട്രി ഈസ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു അസറ്റ്സ് ഇൻഡിവിജ്വലി എഴുതുക. ഏതൊക്കെ അസറ്റ് ഉണ്ടോ ആ അസറ്റിൻ്റെ എല്ലാം പേരുകൾ എഴുതി കൊടുക്കുക. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ, ടു മിഷനറി, ഏതൊക്കെ അസറ്റുകളുണ്ടോ അതൊക്കെ എഴുതി കൊടുക്കുക. ഒരു കാര്യം ഓർത്തിരിക്കുക, ഓൾ അക്കൗണ്ട്സ് എക്സ്ക്ലൂഡിങ് ക്യാഷ്, ബാങ്ക് ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്. എല്ലാ അക്കൗണ്ട്സും ഉണ്ടായിരിക്കണം, എല്ലാ അസറ്റുകളും ഉണ്ടായിരിക്കണം, ക്യാഷും ബാങ്കും ഫിക്ടീഷ്യസ് അസറ്റും ഒഴിച്ച്. ദെൻ സെക്കൻഡ് ജേർണൽ എൻട്രി ഫോർ ട്രാൻസ്ഫറിങ് പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ആൻ അസറ്റ്. അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രൊവിഷൻസ് നിലവിൽ ഉണ്ടെങ്കിൽ ദ എൻട്രി ഫോർ ക്ലോസിംഗ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എക്സെട്ര, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഒരു ജേർണൽ എൻട്രി എഴുതിയേക്കുക. ജേർണൽ എൻട്രി ഈസ് പ്രൊവിഷൻ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. യെസ്, റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രൊവിഷൻ എന്ന് പറഞ്ഞ് എഴുതിയേക്കുക. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ടു അസറ്റ് എന്ന് പറഞ്ഞ് എഴുതുക. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രൊവിഷൻ അസറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രൊവിഷൻ എന്ന് പറഞ്ഞ് എഴുതിയേക്കുക. തേർഡ് ട്രാൻസാക്ഷൻ ഫോർ ട്രാൻസ്ഫറിങ് ദ ലൈബിലിറ്റി. ലൈബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അസറ്റ് ചെയ്തതുപോലെ തന്നെ ലൈബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്തേക്കുക. ഓൾ എക്സ്റ്റേണൽ ലൈബിലിറ്റീസ് ട്രാൻസ്ഫർ ടു ദ റിയലൈസേഷൻ അക്കൗണ്ട് ആർ ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിംഗ് ദം ടു ദ ക്രെഡിറ്റ് ഓഫ് ദ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ദെയർ ബുക്ക് വാല്യൂ. അസറ്റ് എല്ലാം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് ചെയ്തതെങ്കിൽ നമ്മൾ ഇവിടെ എന്താണ് ലൈബിലിറ്റീസ് എല്ലാം റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ജേർണൽ എൻട്രി ഈസ് എക്സ്റ്റേണൽ ലൈബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എക്സ്റ്റേണൽ ലൈബിലിറ്റീസ് എല്ലാം നമ്മൾ എഴുതുക. അതാണ് അവിടെ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ലോൺ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ് ആർ പ്രിപ്പയർഡ് സെപ്പറേറ്റ്ലി ആൻഡ് നോട്ട് ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പം ലൈബിലിറ്റീസ് എടുക്കുമ്പോൾ ഏത് ലൈബിലിറ്റി എടുക്കണം? എക്സ്റ്റേണൽ ലൈബിലിറ്റീസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഇത് എല്ലാം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എന്ത് ചെയ്തേക്കുക? റിയലൈസേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തേക്കുക. നെക്സ്റ്റ് വൺ ഫോർ ട്രാൻസ്ഫറിംഗ് പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ലൈബിലിറ്റി. ഫോർ ക്ലോസിംഗ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ബിൽ പേയബിൾസ് എക്സെട്ര തുടങ്ങിയ ഐറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ലൈബിലിറ്റീസ് എല്ലാം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞ പോലെ ലൈബിലിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രൊവിഷൻസ് നിലവിലുണ്ടെങ്കിൽ ആ പ്രൊവിഷൻസ് എല്ലാം റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ജേർണൽ എൻട്രി ഈസ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഫോർ സെയിൽ ഓഫ് അസറ്റ്. At the time of dissolution, assets are sold and amount of cash received for the sale of entire assets. അപ്പം റിയലൈസേഷൻ നടക്കുമ്പോൾ നമുക്ക് നിലവിലുള്ള അസറ്റുകളെല്ലാം നമ്മൾ വിറ്റ് ക്യാഷ് ആക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ക്യാഷ് ആക്കുമ്പോൾ നമുക്ക് എന്താണ്? പൈസ കിട്ടുകയാണ്, ക്യാഷ് കിട്ടുകയാണ്. അപ്പം നമ്മൾ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്.
യെസ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ബാങ്ക് ഓർ ക്യാഷ് ഏതെഴുതിയാലും ആൻസർ ശരിയാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഫോർ ആൻ അസറ്റ്സ് ടേക്കൺ ഓവർ ബൈ എ പാർട്ട്ണർ. ഈ അസറ്റ് എന്താണ്, നമ്മൾ വിൽക്കുന്നതിന് പകരമായിട്ട് പാർട്ട്ണർ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഫോർ ആൻ അസറ്റ് ടേക്കൺ ഓവർ ബൈ എ പാർട്ട്ണർ ഫോർ ആൻ എഗ്രീഡ് വാല്യൂ ഓഫ് അസറ്റ്സ് ടേക്കൺ ഓവർ ബൈ ദ പാർട്ട്ണർ. ഒരു എഗ്രീഡ് വാല്യൂവിൽ മേൽ പാർട്ട്നേഴ്സ് അസറ്റ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ബാങ്കിലോട്ട് പൈസ വരുന്നില്ല, ക്യാഷായിട്ട് പൈസ വരുന്നില്ല. ജേണൽ എൻട്രി ചെറുതായിട്ടും നമ്മൾ എന്താണ് വ്യത്യാസം വരുത്തി. ജേണൽ എൻട്രി ഈസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. അസറ്റ് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ, ക്യാഷ് റിയലൈസ് ചെയ്ത് കിട്ടി. ആ അസറ്റ് നമ്മൾ പാർട്ട്ണറാണ് ടേക്ക് ഓവർ ചെയ്യുന്നതെങ്കിൽ ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഫോർ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ഓർ എക്സ്റ്റേണൽ ലൈബിലിറ്റി. യെസ്, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്. നമ്മുടെ എക്സ്റ്റേണൽ ലൈബിലിറ്റീസ് നമ്മൾ പേ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന ജേണൽ എൻട്രീസ് ആണ് പറയുന്നത്. ജേണൽ എൻട്രി ഈസ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ എക്സ്റ്റേണൽ ലൈബിലിറ്റീസ് ഒക്കെ നമ്മൾ പേയ്മെൻറ്റ് നടത്തുക മീൻസ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു, ബാങ്കിൽ നിന്ന് പൈസ പോകുന്നു. അപ്പോൾ ജേണൽ എൻട്രി എന്താണ്, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, ബാങ്കിൽ നിന്ന് പൈസ പോയി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പാർട്ട്നേഴ്സ് എഗ്രി ടു ഡിസ്ചാർജ് ലൈബിലിറ്റി. പാർട്ട്നേഴ്സ് പറഞ്ഞു ഞങ്ങൾ എക്സ്റ്റേണൽ ലൈബിലിറ്റീസ് പേ ഓഫ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളെന്താണ്, ഫേമിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നില്ല, പകരം പാർട്ട്നേഴ്സ് ആണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ജേണൽ എൻട്രി എന്താണ്, നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ദ ലൈബിലിറ്റീസ് എഗ്രീഡ് ടു ബി പെയ്ഡ് ബൈ ദ പാർട്ട്ണർ. പാർട്ട്നേഴ്സ് ലൈബിലിറ്റി പേ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാങ്ക് അല്ല ക്യാഷ് അല്ല പോയത്, പകരം എന്താണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് വന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വെൻ റിയലൈസേഷൻ എക്സ്പെൻസ് ആർ പെയ്ഡ് ബൈ ഫേം. അടുത്തതാണ് റിയലൈസേഷൻ എക്സ്പെൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. റിയലൈസേഷൻ എക്സ്പെൻസ് പേ ചെയ്യുന്നത് ഫേം ആണ് എങ്കിൽ പേയ്മെൻറ്റ് എപ്പം നടന്നാലും നമുക്കറിയാം ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും. ആക്ച്വൽ എമൗണ്ട് ഓഫ് റിയലൈസേഷൻ എക്സ്പെൻസ് പെയ്ഡ്, നമ്മുടെ ആക്ച്വൽ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് പേ ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഇഫ് എ പാർട്ട്ണർ മീറ്റ്സ് ദ എക്സ്പെൻസ് ഓൺ റിയലൈസേഷൻ. ഫെയിം കൊടുത്തില്ല, പകരം എന്താണ്, വൺ ഓഫ് ദ പാർട്ട്ണർ പറഞ്ഞു ഞാൻ എന്ത് ചെയ്തേക്കാം, ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഈ എക്സ്പെൻസ് ഞാൻ പേ ചെയ്തേക്കാം എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഫെയിമിൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകുന്നില്ല, ഫെയിമിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നില്ല, എടുത്തു. സോ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഫോർ റിയലൈസേഷൻ ഓഫ് എനി അൺറെക്കോർഡഡ് ഓർ ന്യൂ അസറ്റ്. അടുത്തെന്താണ്, അൺറെക്കോർഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂ അസറ്റ് കിട്ടുവാണെങ്കിൽ അതെങ്ങനെ റിയലൈസ് ചെയ്യണം എന്നാണ്. അസറ്റ് റിയലൈസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ അസറ്റ് റിയലൈസ് ചെയ്യാം. ഒന്ന്, നമുക്ക് പുറത്തത് സെയിൽ ചെയ്യാം, അപ്പോൾ ക്യാഷ് കിട്ടും, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ എഴുതി. അടുത്ത പാർട്ട്നേഴ്സ് ടേക്കൺ ഓവർ ചെയ്യുവാണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞെഴുതി. ഇവിടെ എന്താണ്, അൺറെക്കോർഡഡ് അസറ്റ് ആണ്. The amount realized from the asset which are not appearing in the books such as sale of unrecorded investment, amount realized from person who have already been written off as a bad debt, etc. അപ്പോൾ എന്താണ്, നമുക്ക് അൺറെക്കോർഡഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത ഏതെങ്കിലും ബാഡപ്റ്റുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെന്താണ് അൺറെക്കോർഡഡ് അസറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂ അസറ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് റിയലൈസ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. പുതിയൊരു അസറ്റ് റിയലൈസ് ചെയ്തു, നമ്മുടെ ഫേമിലോട്ട് അത്രയും കൂടെ പൈസ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. സോ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ഇതേ ട്രാൻസാക്ഷൻ തന്നെ നമ്മൾ നോക്കുക. ഇഫ് ആൻ അൺറെക്കോർഡഡ് ഓർ ന്യൂ അസറ്റ് ടേക്കൺ ഓവർ ബൈ എ പാർട്ട്ണർ. ഈ അസറ്റ് പാർട്ട്ണർ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ അസറ്റ് കിട്ടി, അൺറെക്കോർഡഡ് അസറ്റ് കിട്ടി, ആ അസറ്റ് പാർട്ട്ണർ ടേക്ക് ഓവർ ചെയ്തോളാം എന്ന് പറയുകയാണെങ്കിൽ അവിടെ ജേണൽ എൻട്രി ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി. ദെൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. The unrecorded assets such as goodwill of the firm not appearing the balance sheet, unrecorded investment and the furniture etc. taken over by the partner. അപ്പോൾ അൺറെക്കോർഡ് ആയിട്ടുള്ള അസറ്റ് അതിപ്പം ഗുഡ്വിൽ ഓഫ് ദ ഫേം ആയിരിക്കാം, അത് ബാലൻസ് ഷീറ്റിനകത്ത് നമുക്ക് എന്താണ് ഇതുവരെ അപ്പിയർ ചെയ്യാത്ത, അല്ലെങ്കിൽ അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഫർണിച്ചറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് അത് ടേക്ക് ഓവർ ചെയ്യാറുണ്ട്. അങ്ങനെ വരുവാണെങ്കിലുള്ള ജേണൽ എൻട്രിയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ.
Then next transaction for settlement of any unrecorded liability. ഇപ്പം നമ്മൾ അൺറെക്കോർഡഡ് അസറ്റിനെ കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെ അൺറെക്കോർഡഡ് ലൈബിലിറ്റീസ് ഉണ്ടാകാം. അൺറെക്കോർഡഡ് ലൈബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ പേ ഓഫ് ചെയ്യണം, അതെങ്ങനെ സെറ്റിൽ ചെയ്യണം എന്നാണ് നോക്കുന്നത്. The amount paid for the item of liabilities not appearing in the books such as legal charges outstanding, bill discounted, dishonored, liabilities for accident compensation, etc. അപ്പോൾ പല ലൈബിലിറ്റീസും നമ്മൾ എന്താണ് അൺറെക്കോർഡഡ് ആയിട്ടുണ്ടെങ്കിൽ ലീഗൽ ചാർജസ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ബിൽ ഡിസ്കൗണ്ട് ഡിസോണേഡ്, ദ ലൈബിലിറ്റി ഫോർ ആക്സിഡൻറ്റ് കോമ്പൻസേഷൻ അങ്ങനെയുള്ള ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ റിയലൈസേഷൻ്റെ സമയത്ത് പേ ഓഫ് ചെയ്യുവാണെങ്കിൽ ഇഫ് എനി അൺറെക്കോർഡഡ് ഓർ ന്യൂ ലൈബിലിറ്റി ഈസ് പെയ്ഡ് then journal entry realization account debtor to bank. Similarly, the next transaction unrecorded liability taken over by the partner. നമ്മൾ അസറ്റിൻ്റെ കാര്യം പഠിച്ച പോലെ തന്നെ അൺറെക്കോർഡഡ് ലൈബിലിറ്റി ഫെയിം പേ ചെയ്താൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അൺറെക്കോർഡഡ് ലൈബിലിറ്റി ടേക്കൺ ഓവർ ബൈ എ പാർട്ട്ണറാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ ഇത് ലൈബിലിറ്റി എഗ്രീഡ് ടു ബി പെയ്ഡ് ബൈ ദ പാർട്ട്ണർ സച്ച് ആസ് എ ലീഗൽ ചാർജസ് ഡ്യൂ, റിപ്പയർ ബിൽ ഔട്ട്സ്റ്റാൻഡിങ്, ലോൺ ടേക്കൺ ഫ്രം എ പാർട്ട്നേഴ്സ് വൈഫ് എക്സെട്ര. അപ്പോൾ പല ലൈബിലിറ്റീസും അൺറെക്കോർഡഡ് ആയിട്ടുള്ള അതെന്ന് പറയുന്നതാണ് ലീഗൽ ചാർജസ് ഡ്യൂ ആയതായിരിക്കാം, അല്ലെങ്കിൽ റിപ്പയർ ബില്ല് ഔട്ട്സ്റ്റാൻഡിങ് ആയതായിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് വൈഫിൻ്റെ ലോൺ ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അൺറെക്കോർഡഡ് ലൈബിലിറ്റീസ് ഒരു പുതിയ ലൈബിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നിലവിലുള്ള അൺറെക്കോർഡഡ് ലൈബിലിറ്റീസ് ആയിരിക്കാം. അതൊക്കെ എന്താണ് ഒരു പാർട്ട്ണർ ടേക്കൺ ഓവർ ചെയ്യുവാണെങ്കിൽ ജേണൽ എൻട്രി ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യുക, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം ഫെയിമാണ് ലൈബിലിറ്റി പേ ചെയ്യുന്നതെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, ആ ലൈബിലിറ്റി പാർട്ട്ണറാണ് ടേക്കൺ ഓവർ ചെയ്യുന്നതെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാം. നിങ്ങൾ ഒരു കാര്യം ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക, റിയലൈസേഷൻ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചിലവുകളും എല്ലാ പേയ്മെൻറ്റുകളും ഫെയിമാണ് വഹിക്കുന്നതെങ്കിൽ ആ ട്രാൻസാക്ഷൻസ് എല്ലാം ഒരേ ജേണൽ എൻട്രീസ് ആയിരിക്കും വരുന്നത്. ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് സെയിം ജേണൽ എൻട്രി ആണ്. എപ്പം ക്യാഷ് ഫെയിം പേ ചെയ്യുന്നുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം വന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, the payment of external liability, realization account debtor to cash. If realization expense paid in cash, realization account debtor to cash. If any unrecorded or new liability is paid, realization account debtor to cash. അപ്പോൾ എപ്പം ക്യാഷ് പോയാലും അത് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. ഇനി അതേപോലെ തിരിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഇനി ഫെയിമിന് എപ്പം ക്യാഷ് കിട്ടുന്നോ റിലേറ്റഡ് ടു റിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് എപ്പം ക്യാഷ് കിട്ടുന്നോ അപ്പോൾ എഴുതുന്ന എൻട്രി എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. യെസ്, അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ജേണൽ എൻട്രീസ് ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ when the profit on realization is transferred to partners capital account in their respective profit sharing ratio. ഇത്രയും ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പം ഐദർ പ്രോഫിറ്റ് ഓർ ലോസ്, ഒന്നെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ലോസ് ആയിരിക്കും കിട്ടുന്നത്. യെസ്, എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ കേസ് ഓഫ് പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ, പ്രോഫിറ്റ് ആണ് സംഭവിക്കുന്നതെങ്കിൽ the profit on realization is transferred to partners capital account in profit sharing ratio. അപ്പോൾ ലാഭമാണ് ഉണ്ടാകുന്നതെങ്കിൽ, പ്രോഫിറ്റ് ആണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് ഷെയർ ചെയ്യണം. ഏത് റേഷ്യോയിലാണ്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ജേണൽ എൻട്രി ഈസ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതും ബൈ റിയലൈസേഷൻ. അതേ സമയത്ത് തന്നെ എന്താണ് ഇതിനൊരു മറുവശമുണ്ട്, ഇൻ കേസ് ഓഫ് ലോസ് ഓൺ റിയലൈസേഷൻ. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടാകും. അപ്പോൾ ലോസ് ഉണ്ടായാൽ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് ഓൾസോ ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതും എന്താണ് നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ടാണ് എഴുതുന്നത്. അപ്പോൾ എന്താണ് ജേണൽ എൻട്രി ചെറുതായിട്ടൊന്ന് മാറി ഒരു റിവേഴ്സ് എൻട്രി വന്നു, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ ആയി. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞ് വന്നു. അങ്ങനെ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. Then next transaction for transferring accumulated profit and reserve. All accumulated profit and reserves are transferred to the partners capital account in their respective profit sharing ratio. Yes, journal entry is accumulated profit or reserve account debtor to partners capital account.
യെസ്, അപ്പോൾ നമ്മൾ എന്താണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനകത്തോട് ട്രാൻസ്ഫർ ചെയ്തു. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫർ ഓഫ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. All accumulated loss and fictitious assets are debited to partners capital account in their profit sharing ratio. Partners capital account debtor to accumulated loss or fictitious assets. Then next transaction, the payment of loan. Any loan due to the partners are paid off. അപ്പോൾ പാർട്ട്നേഴ്സുമായിട്ടുള്ള ലോണിൻ്റെ പേ ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി ആണ് പറയുന്നത് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ദെൻ ലാസ്റ്റ് വൺ, ദ സെറ്റിൽമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ ബാലൻസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ദെൻ അതിനകത്ത് നോക്കുക, ഇഫ് ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷോ എ ഡെബിറ്റ് ബാലൻസ് ഹി ഈസ് ടു ബ്രിങ് ഇൻ ദ നെസസറി ക്യാഷ്. ഇപ്പോൾ ജേണൽ എൻട്രി എന്താണ്? ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും നമുക്കറിയാം ഒരു ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു ഐറ്റമാണ്. അത് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് ഈക്വൽ ആയിട്ടുള്ള ക്യാഷ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. തിരിച്ച് സംഭവിക്കാം. ഇൻ കേസ് ഓഫ് പാർട്ട്നേഴ്സ് ഹൂസ് അക്കൗണ്ട് ഷോ എ ക്രെഡിറ്റ് ബാലൻസ് ദ സെയിം ഈസ് പെയ്ഡ് ഓഫ്. അങ്ങനെയാണ് എന്ത് ചെയ്തേക്കുക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുക. യെസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ജേണൽ എൻട്രീസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഫസ്റ്റ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പ്രൊവിഷൻ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ലൈബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, എക്സ്റ്റേണൽ ലൈബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ അക്കൗണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അസറ്റ് സെയിൽ ചെയ്തു. സെയിൽ ചെയ്യുമ്പോഴത്തേക്ക് ക്യാഷ് കിട്ടും, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. Then next one is asset taken over by partner. പാർട്ട്ണർ അസറ്റ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ദെൻ അടുത്ത് നമ്മൾ കണ്ട എന്താണ്? എക്സ്റ്റേണൽ ലൈബിലിറ്റി പേ ചെയ്യുക. എക്സ്റ്റേണൽ ലൈബിലിറ്റി പേ ചെയ്യുമ്പോൾ പേയ്മെന്റ് ആണ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ പാർട്ട്നേഴ്സ് അഗ്രി ടു ഡിസ്ചാർജ് ലൈബിലിറ്റി. പാർട്ട്നേഴ്സ് പേ ചെയ്യാന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അടുത്തെന്താണ്? റിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ദെൻ അത് പേ ചെയ്യണം. പേ ചെയ്യുമ്പം റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. റിയലൈസേഷൻ എക്സ്പെൻസ് പാർട്ട്ണർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി വരുന്നത് എന്താണ്? അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ട്, അൺറെക്കോർഡഡ് ലൈബിലിറ്റീസ് ഉണ്ട്. അൺറെക്കോർഡഡ് അസറ്റ് റിയലൈസ് ചെയ്താൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അൺറെക്കോർഡഡ് അസറ്റ് പാർട്ട്ണർ ടേക്കൺ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ദെൻ സിമിലർലി അൺറെക്കോർഡഡ് ലൈബിലിറ്റി. അൺറെക്കോർഡഡ് ലൈബിലിറ്റീസ് പേ ചെയ്താൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അൺറെക്കോർഡഡ് ലൈബിലിറ്റീസ് പാർട്ട്ണർ ടേക്കൺ ഓവർ ചെയ്താൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? റിയലൈസേഷൻ അക്കൗണ്ട് ആയി. റിയലൈസേഷൻ അക്കൗണ്ട് റിസൾട്ട് ഐദർ പ്രോഫിറ്റ് ഓർ ലോസ്. രണ്ടുകൂടെ സംഭവിക്കത്തില്ല, ഐദർ പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ആണ് സംഭവിക്കുന്നതെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ഇനി ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫറിങ് അക്യുമുലേറ്റർ പ്രോഫിറ്റ് ആൻഡ് റിസർവ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ട്രാൻസ്ഫർ ഓഫ് ഫിക്റ്റീഷ്യസ് അസറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു അക്യുമുലേറ്റഡ് ലോസ് ഓർ ഫിക്റ്റീഷ്യസ് അസറ്റ്. പേയ്മെന്റ് ഓഫ് ലോൺ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. സെറ്റിൽമെന്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഡെബിറ്റ് ബാലൻസ് സംഭവിക്കാം, ക്രെഡിറ്റ് ബാലൻസ് സംഭവിക്കാം. ഡെബിറ്റ് ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ക്രെഡിറ്റ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇത്രയും ഉള്ളൂ നമ്മൾ ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്. നമ്മളൊരു സീക്വൻസിൽ പഠിച്ചു കഴിഞ്ഞാൽ, കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ടോപ്പിക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.